വടക്ക് നോക്കി യന്ത്രം ഇറങ്ങിയതിൻ്റെ പിറ്റേ വർഷം എൻ്റെ അടുത്തൊരു ബന്ധു എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, കണ്ണൂരിലുള്ള ഒരു JCs ആണോ ജൂനിയർ ചേംബറാണോ എന്ന് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല. ഈ ബന്ധു അതിലൊരു അംഗമാണ്. അപ്പം ഈ സംഘടന എന്നെ ആ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമർ ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞിട്ട് ആദരിക്കാൻ പോവുകയാണ്. ഈ പറഞ്ഞതുപോലെയുള്ള ഒരു അവാർഡ് എനിക്ക് തരാനുള്ള എന്തോ പരിപാടിയാണ്. അപ്പോൾ അവാർഡിനെ പറ്റി എനിക്ക് ഈ പറഞ്ഞതുപോലെയുള്ള അഭിപ്രായങ്ങളായിരുന്നതുകൊണ്ട് ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു, അത് വേണ്ട, ഇപ്പം ഞാൻ ആ സമയത്ത് ഉണ്ടാവില്ല എന്നൊക്കെ പല രീതിയിലും വഴി പറഞ്ഞു നോക്കി. പക്ഷേ അദ്ദേഹത്തിന് അത് വളരെ നിർബന്ധം ആയതുകൊണ്ട് ഞാൻ ഒടുവിൽ ശരി ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരംഗം എന്ന നിലയ്ക്ക് എൻ്റെ ബന്ധുവിന് അതൊരാവശ്യമാണെങ്കിൽ ഞാനതിൽ നിന്ന് മുഖം തിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് സമ്മതിച്ചു. അങ്ങനെ ഈ പറഞ്ഞ ദിവസം ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമർ ഓഫ് ദി ഇയർ ആയിട്ട് ഈ JCs ജൂനിയർ ചേംബറോ എന്നെ തിരഞ്ഞെടുക്കുന്ന, എനിക്ക് അവാർഡ് തരുന്ന ആ ദിവസം ഞാൻ കണ്ണൂരിലെ പ്രത്യേകമായി അലങ്കരിച്ച ഒരു പന്തലിലാണ് ഫംഗ്ഷൻ. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ തന്നെ അവിടെ സ്റ്റേജിൽ വലിയൊരു കോടതിയുടെ ഒരു അന്തരീക്ഷമാണ് ആദ്യം ഞാൻ കാണുന്നത്. വളരെ കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ടുള്ള നല്ല കാണാൻ ആഢ്യന്മാരായിട്ടുള്ള ഒരുപാട് ആളുകളിങ്ങനെ ഒരു സെമി സർക്കിളായിട്ട് പിന്നെ സ്റ്റേജിലിങ്ങനെ ഇരുന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം എന്നോട് കാണികളൊക്കെ എന്നുവെച്ചാൽ പ്രേക്ഷകർ ഇരിക്കുന്നതിൻ്റെ ഏറ്റവും പുറകിലുള്ളൊരു ബെഞ്ചിൽ ആദ്യം എന്നെ അവിടെ ഇരിക്കാൻ പറഞ്ഞു. അത് പിന്നീട് സമയമാകുമ്പോൾ എന്നെ ആനയിച്ച് സ്റ്റേജിൽ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാനവിടെ ഇരുന്നു. പിന്നെ ഞാൻ കണ്ടത് വളരെ രസകരമായ സംഭവങ്ങളാണ്. അപ്പോൾ പുതിയ പ്രസിഡൻറ്റ് സ്ഥാനമെടുക്കുന്ന ചടങ്ങ്, അങ്ങനെയൊക്കെയുള്ള പല പരിപാടികളും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്ഥാനമൊഴിയുന്ന പ്രസിഡൻറ്റ് സ്ഥാനം ഏറ്റെടുക്കുന്ന പ്രസിഡൻറ്റിനെ പുകഴ്ത്തലാണ് അരമണിക്കൂർ നേരം. അതൊരു നല്ല പരിപാടിയായിരുന്നു. പിന്നെ സ്ഥാനം ഏറ്റെടുക്കുന്ന പ്രസിഡൻറ്റ് വന്നിട്ട് പഴയ പ്രസിഡൻറ്റിനെ പുകഴ്ത്തലാണ്. അതും നല്ലൊരു പരിപാടിയായിരുന്നു. പരസ്പരം പിന്നെ പുകഴ്ത്താന്ന് പറയുന്നത് നല്ലൊരു ഏർപ്പാടുള്ള, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആ സംഭവം. അപ്പോൾ എന്നെയും അങ്ങനെയൊക്കെ പുകഴ്ത്തുമായിരിക്കും, എനിക്കത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ എൻ്റെ സമയം വന്നപ്പോൾ എന്നെ പറ്റിയിട്ടൊന്നും അവിടെ ആരും ഒന്നും അങ്ങനെ മൈൻഡ് ചെയ്തൊന്നുമില്ല. എനിക്കതിൽ വലിയ പരാതിയില്ല. എന്തായാലും സമയമായപ്പോൾ കുറച്ച് ആൾക്കാർ ഇവരുടെ നിരവധി പരിപാടികൾക്കിടയിലുള്ള ഒരു ചടങ്ങാണ് എന്നെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമർ ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞിട്ട് ഈ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ടുള്ള ആൾക്കാർ എന്നെ ആദരിക്കുക എന്ന് പറയുന്നത് ലോകത്തിലെ വലിയൊരു സംഭവം തന്നെയാണല്ലോ. എനിക്ക് വളരെ രോമാഞ്ചമൊക്കെ ഉണ്ടായി. അങ്ങനെ സമയമായപ്പോൾ കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് എന്നെ ആനയിച്ച് വേദിയിൽ കൊണ്ടിരുത്തി. പിന്നെ ഈ സെമി സർക്കിളിൽ ഇരിക്കുന്ന ജഡ്ജസിൻ്റെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. ഈ പ്രേക്ഷകർ ശബ്ദം വെക്കുമ്പോൾ ഇവർ ചുറ്റിക എടുത്തിട്ട് നമ്മൾ സിനിമയിലുള്ള കോടതിയിലൊക്കെ കാണൂലേ, ഓർഡർ എന്ന് ജഡ്ജി പറയുന്നത്, സിനിമയിൽ മാത്രമേ ഉള്ളൂ ആ കോടതി. അതേപോലെയുള്ള പരിപാടി ഇവരെ കാണിക്കുന്നുണ്ട്. ഓർഡർ എന്ന് പറയുന്ന ഒരാൾ സൂട്ടിട്ട ആൾ. അങ്ങനെ എനിക്ക് ആകപ്പാടെ എന്നെ തൂക്കിക്കൊല്ലുമെന്നൊക്കെ തോന്നുന്നൊരു സംഭവം, പേടിയൊക്കെ ഉണ്ട്. കാരണം അത്രയും ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നതൊക്കെ. അങ്ങനെ സ്റ്റേജിൻ്റെ ഒരു ഭാഗത്ത് എന്നെ കൊണ്ട് നിർത്തി. പിന്നെയും ഇവർ പരസ്പരം എന്തൊക്കെയാണ്, പിന്നെ സിനിമയിലാണ് ഞാനെന്നും ഇങ്ങനെ ഇയാൾ ഇങ്ങനെയൊക്കെയുള്ള ചില സിനിമകൾ ചെയ്തിട്ടുണ്ടെന്നും ചിലരൊക്കെ എന്നെ പറ്റി പറയുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഒരാൾ, ഒരു സൂട്ടുധാരി എൻ്റെ അടുത്ത് വന്നിട്ട് സ്വകാര്യത്തിൽ പറഞ്ഞു, താങ്കൾക്ക് 2 മിനിറ്റ് നേരം സംസാരിക്കാൻ അനുവാദം തന്നിരിക്കുന്നു. അത് ഭയങ്കരമാണെന്ന് എനിക്ക് തോന്നി. കാരണം 2 മിനിറ്റ് എനിക്ക് സംസാരിക്കാൻ അവർ അനുവാദം തരിക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണ്. ഏതായാലും ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ തൽക്കാലം അങ്ങനെ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു, അല്ല 2 മിനിറ്റ് സംസാരിക്കാൻ സമയം തന്നിരിക്കുന്നു, അത് സംസാരിച്ചേ പറ്റുള്ളൂ. അവർ സംസാരിക്കാൻ അനുവാദം തന്നത് നിങ്ങൾ, ആ സംസാരിക്കാനുള്ള അവസരം വേണ്ടെന്ന് പറയുന്നത് ഞാൻ, അവസരം തരുന്നത് നിങ്ങളുടെ ഇഷ്ടം, സംസാരിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നത് എൻ്റെ ഇഷ്ടം. കാരണം ഒരാളെ ഒരു വേദിയിൽ ഇപ്പോൾ ഈ പ്രേക്ഷകരായിട്ടിരിക്കുന്ന ആളുകൾ JCsൻ്റെ മെമ്പേഴ്സ് മാത്രമല്ല, പൊതുജനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്നത് കേൾക്കാനൊക്കെ ആയിട്ടാണ് ശരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കുറച്ച് സംശയമായി, ഞാൻ സംസാരിക്കില്ലേ എന്ന് പേടിയായി. ഞാൻ പറഞ്ഞു, ഞാനെന്തായാലും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കാണികൾ കണ്ടു എൻ്റെ ആറ്റിറ്റ്യൂഡ്, അവരെന്തോ ഞാനുമായിട്ട് എന്തോ ഒരു തർക്കമാണെന്ന് പറഞ്ഞു. എന്നെ പിന്നെ പല ആൾക്കാരും വന്ന് നിർബന്ധിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് 2 മിനിറ്റ് സംസാരിക്കണം, നിങ്ങൾ അനുവാദം വേണ്ട, എനിക്ക് സംസാരിക്കണം താല്പര്യമില്ല, നിങ്ങൾ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമർ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. കാരണം ഒരാൾ നമ്മുടെ ഒരു സംഗതിയിലേക്ക്, നമ്മുടെ നമുക്കവിടെ സംസാരിക്കുന്ന ആളുകളോടല്ലേ സംസാരിക്കുന്നത്. അത് സംസാരിക്കുന്നത് തീരുമാനിക്കുന്നത് 2 മിനിറ്റാണോ 3 മിനിറ്റാണോ 5 മിനിറ്റാണോ എന്നുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു സ്ഥലത്ത് ഞാനെന്തിനു സംസാരിക്കണം? അതായിരുന്നു എൻ്റെ ചിന്ത. അങ്ങനെ ഇവർ വൻ പ്രശ്നത്തിലായി. കാണികൾക്ക് മനസ്സിലായി ഞാനെന്തോ കുറച്ച് ബുദ്ധിമുട്ടിലാണെന്ന്. അങ്ങനെ കാണികൾ കൂവാൻ തുടങ്ങി.
ഇവർ ബേജാറിലായി കുറേ എന്നെ നിർബന്ധിച്ചു. അവസാനം എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയണ്ട. അവസാനം നിവൃത്തിയില്ലാതെ ആളുകൾക്ക് വേണ്ടി ഞാൻ സംസാരിച്ചു. ഞാനപ്പോൾ അവരോട് പറഞ്ഞു 2 മിനിറ്റാണ് എനിക്കിവർ സദയം അനുവദിച്ചിട്ടുള്ള സമയം. അതിവരുടെ മഹാമനസ്കതയാണ്. 2 മിനിറ്റ് ഒരു ചെറിയ സമയമല്ല. 1 സെക്കൻഡ് മതി ഒരു വെടിമരുന്ന് ശാലക്ക് തീപിടിക്കാൻ. ഒരു തീപ്പെട്ടിക്കോല് മതി അതിന്. പക്ഷേ എനിക്ക് സംസാരിക്കാൻ, ഞാൻ നിങ്ങളെയൊക്കെ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പം നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് 2 മിനിറ്റാണോ 5 മിനിറ്റാണോ എന്ന് വേണ്ടത് എന്ന് തീരുമാനിക്കുന്ന എൻ്റെ ഇഷ്ടമാണ്. അതിനിവർ സമ്മതിക്കാത്തതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ അവിടെ വലിയ ബഹളം ഇതൊക്കെ ഉണ്ടായി. അതിനുശേഷം ഈ മാതിരി അവാർഡുകാരുടെ ഒരു പരിപാടിക്കും നമ്മൾ പോകാറില്ല. ഇങ്ങനെ കുറേ സംഗതികളുണ്ട്. ലയൺസ് ക്ലബ്ബ് അവരൊക്കെ നാട്ടിന് വേണ്ടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല.